അദ്ദേഹം അതിനൊരു സോറിയോ അല്ലെങ്കിൽ ഒരു മാപ്പോ പറയാനത് കൂട്ടാക്കിയില്ല. എങ്കിലും ഒരു സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നെന്ന് നമുക്കൊരു അഷ്യൂറിറ്റി തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടിട്ടില്ല. അതാണ് ആക്ച്വലി കേൾക്കേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് വെറും ആശ്വാസവചനങ്ങളല്ല. അത് ഞങ്ങൾ തന്നെ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. ഈ സെർച്ചിന്റെ കാര്യം ഈ രാമേശ്വരം ഭാഗത്ത് തമിഴ്നാട്, കാരണം അടിയൊഴുക്ക് അവിടെയാണ്. അപ്പം ആ ഭാഗത്തോട്ട് തന്നെ വേണമെന്നുള്ളത് ഞങ്ങൾ കളക്ടറേറ്റിൽ പോയപ്പോഴേ പറഞ്ഞതാണ്. അത് ഇതുവരെ ആ ഏരിയയിൽ കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹം ഇങ്ങനെ ചോദിക്കാൻ ഉണ്ടായത്. കടൽക്ഷോഭത്തിൽ വിഴിഞ്ഞത്ത് കാണാതായ ജോണിന്റെ മകൾ ജിജി ജോണാണ് നമുക്കൊപ്പം ഉള്ളത്. ഇന്നിപ്പോ 9 ദിവസം ആവുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ കടപ്പുറത്ത് പോകണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. മുഖ്യമന്ത്രി ഇന്നലെ ജിജിയോട് സംസാരിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത്. ജിജിക്ക് മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും സംസാരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയോട് മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടുണ്ടോ? ആവശ്യങ്ങളൊന്നും മുന്നോട്ട് വെക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. അദ്ദേഹം ഫോൺ ചെയ്തു. ഫോൺ ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് ഞാൻ അദ്ദേഹത്തിന്റെ നന്ദിയോടെ ഓർക്കുന്നു. പക്ഷേ അദ്ദേഹം ആദ്യം ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. കേരള സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് നമ്മളോട് പറഞ്ഞു. എങ്കിലും കടൽ തീരത്തെ ആക്ഷേപിച്ചതിനോ അല്ലെങ്കിൽ കടൽ തീരത്തിനെ ഞാനത് ഇതിനു മുമ്പ് ഉന്നയിച്ച കാര്യമാണ്. അദ്ദേഹം അതിനൊരു സോറിയോ അല്ലെങ്കിൽ ഒരു മാപ്പോ പറയാനത് കൂട്ടാക്കിയില്ല. എങ്കിലും ഒരു സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നെന്ന് നമുക്കൊരു അഷ്യൂറിറ്റി തന്നിട്ടുണ്ട്. പക്ഷേ എന്റെ ഒരു സൊല്യൂഷൻ, ഞങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത് എന്നുള്ളൊരു സൊല്യൂഷൻ കേൾക്കാൻ തയ്യാറായില്ല. മേ ബി അദ്ദേഹത്തിന്റെ സമയപരിധി കാരണമായിരിക്കാം. അദ്ദേഹം 4 മിനിറ്റോളം സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യാണ് ഉണ്ടായത്. അതായത് ജിജി സംസാരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നോ ഈ 4 മിനിറ്റിനുള്ളിൽ? അദ്ദേഹം ഞാൻ സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്തു. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാലേ നമുക്ക് അതിന്റേതായിട്ടുള്ള റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അതൊന്നും ചോദിച്ചില്ല നമ്മളോട്. നിങ്ങളെ കേൾക്കാനായിട്ട് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല? ഇല്ല, എന്നോട് ഓക്കെ ആണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അത് ഇനിയും നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാ നടപടികളും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടിട്ടില്ല. അതാണ് ആക്ച്വലി കേൾക്കേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് വെറും ആശ്വാസവചനങ്ങളല്ല. അത് ഞങ്ങൾ തന്നെ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഇതിനുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ എന്തൊക്കെയാണെന്നുള്ളത് പിന്നീട് വന്ന നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്റർ, നമ്മുടെ കടലിലൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്റർ നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ വീട് നേരിട്ട് സന്ദർശിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു. അദ്ദേഹവും എനിക്ക് തോന്നുന്നു കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. അതിൽ സന്തോഷമുണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ ഞങ്ങളോട് സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അഷ്യൂറിറ്റി തന്നു. SOP യുടെ കാര്യം, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിന്റെ കാര്യം, എല്ലാ കാര്യങ്ങളിലും. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. അതിനോടൊപ്പം എല്ലാവരും, നിങ്ങളും പ്രസ് ആൻഡ് മീഡിയ എസ്പെഷ്യലി, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങളും ഇത് ഫോളോ അപ്പ് ചെയ്യണം. കാരണം ഞങ്ങളെക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾക്കായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. സോ അത് നിങ്ങളും ഫോളോ അപ്പ് ചെയ്യണം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ടും മീഡിയയിലുണ്ട്. ഞാനും പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇനിയൊരു അപകടം കടലിൽ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള എല്ലാ നടപടികളും നമുക്ക് വേണ്ടിയിട്ട് എടുക്കും. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങൾക്കും വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഇവരിപ്പം അപകടം നടന്നപ്പോഴത്തേക്കും മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തില്ല എന്ന് പറഞ്ഞതിന്റെ ജനറൽ പ്രോട്ടോകോളും ഗൈഡ് ലൈൻസും ഒക്കെ ഉടനെ എടുത്തു മാറ്റി ഇനി മുതലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തി തന്നെ ചെയ്യും. അതിനോടൊപ്പം ഈ കോസ്റ്റൽ മേഖലയിൽ പണിയെടുക്കുന്നവർ മിക്കവാറും ഒട്ടുമിക്ക പേരും ഇപ്പോൾ പ്രാക്ടിക്കൽ നോളജ് ഇല്ലാത്ത വ്യക്തികളാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ഉറപ്പായിട്ടും അതിലൊരു അഴിച്ചുപണി എത്രയും വേഗം വേണം. തീരത്തിന്റെ പണികൾ തീരത്തിന്റെ മക്കളെ ഏൽപ്പിക്കുക. അത് അവർ വൃത്തിയായിട്ട് ചെയ്യും. ഒരിക്കലും പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ AC റൂമിൽ വെറുതെ കുത്തിയിരിക്കാൻ വേണ്ടിയോ അല്ലാതെ അവർ പ്രോപ്പറായിട്ട് അവരുടെ പണികൾ റെസ്ക്യൂ ഓപ്പറേഷന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അവരുടെ ജീവനേക്കാളും വില സർവീസിന് കൊടുത്തുകൊണ്ട് അവരത് ചെയ്യും എന്നുള്ള അഷ്യൂറിറ്റി അദ്ദേഹത്തിന് മനസ്സിലായി. ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇതിനെല്ലാത്തിനും ഒരു അഴിച്ചുപണി എത്രയും വേഗം ഗവൺമെന്റിന്റെ വശത്തുനിന്നുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. നിലവിൽ 9 ദിവസമാകുന്നു. ഈ നിമിഷം വരെ ഫിഷറീസ് വകുപ്പ് മന്ത്രി നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? ഇപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചു എന്ന് പറയുന്നു. ഞങ്ങളുടെ ഒരു അറിവിൽ ഇതുവരെ ഒരു വീടുകളിലും എത്തിയിട്ടില്ല, നീണ്ടകരയിൽ പോലും വന്നിട്ടില്ല.
എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് വകുപ്പ് മന്ത്രിയുടെ ഈ ഒരു നീക്കത്തെ? ഇത് ഞങ്ങൾക്ക് ഇതൊരു പുതിയ കാര്യമല്ല. ഇത് കോസ്റ്റൽ ഏരിയയിൽ ജീവിക്കുന്നവർക്ക് ഇതൊരു പുതിയ കാര്യമല്ല. ഇത് എപ്പോഴും നടക്കുന്നതാണ്. ഇത് ഹിസ്റ്റോറിക്കലി നടന്നു വരുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും ഈ ഹിസ്റ്റോറിക്കലി യൂസ് ചെയ്യുന്നത് പല വർഷങ്ങളായിട്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളോളം. ഇന്ന് വന്നവരോ ഇന്നലെ ഇരുന്നവരോ ആര് തന്നെ ആവട്ടെ, എല്ലാവരും ഞങ്ങളോട് കാണിക്കുന്ന ഈ ഐസൊലേഷൻ അല്ലെങ്കിൽ ഈ നെഗ്ലജൻസ് ഇത് പണ്ട് കാലം മുതലേ നിലവിലുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണ് അത് കോട്ട് ചെയ്യുന്നത് വീണ്ടും. താൻ കടപ്പുറത്ത് പോകണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോ ഈ ദിവസങ്ങളിൽ ഈ വെള്ളപ്പൊക്കം കേരളത്തെ ബാധിച്ചപ്പോൾ പോലും പൊന്നാനിയിൽ വിരുന്നുണ്ണാൻ പോകുന്നു, ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നു. അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ വിഷയങ്ങളൊന്നും അല്ല എന്നുള്ളതാണ്. അങ്ങനെ ആയി മാറുമ്പോഴാണ് ഇവിടെ ജിജി സൂചിപ്പിക്കുന്ന ഈ നെഗ്ലിജൻസ്. അതെ, അത് അദ്ദേഹം പറയുമായിരിക്കും പല ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണല്ലോ, അപ്പം അതിനതിന്റേതായിട്ടുള്ള പല ഇത് കാണും. എനിക്ക് അതിനോട് പോകാൻ താല്പര്യമില്ല. പക്ഷേ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു അപകടം വരുമ്പോൾ, കടലിൽ ഒരു അപകടം വരുമ്പോൾ 31-ാം തീയതി നടക്കുന്ന അപകടത്തിന് വിളിച്ച് തിരക്കാനും വേണ്ടിയിട്ട് ഇത്രയും സമയമെടുത്തു, 8-ാം തീയതി വരെ എടുത്തു. അപ്പം അതിനുശേഷം ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇന്ന് നമ്മളെ അനിയനെ ഫോൺ വഴി കോൺടാക്ട് ചെയ്യുകയുണ്ടായി. എവിടെ സെർച്ച് വേണമെന്ന് ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി. ഈ സെർച്ചിന്റെ കാര്യം ഈ രാമേശ്വരം ഭാഗത്ത് തമിഴ്നാട്, കാരണം അടിയൊഴുക്ക് അവിടെയാണ്. അപ്പം ആ ഭാഗത്തോട്ട് തന്നെ വേണമെന്നുള്ളത് ഞങ്ങൾ കളക്ടറേറ്റിൽ പോയപ്പോഴേ പറഞ്ഞതാണ്. അത് ഇതുവരെ ആ ഏരിയയിൽ കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹം ഇങ്ങനെ ചോദിക്കാൻ ഉണ്ടായത്. പക്ഷെ അദ്ദേഹം ചോദിച്ചു, അതിന് ഞങ്ങൾ ഇല്ലാന്ന് പറയുന്നില്ല, എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ പ്രോപ്പർ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അവർ നടത്തുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പ്രോപ്പർ അല്ല എന്നുള്ളതാണ്. 31-ാം തീയതി അപകടം നടക്കുന്നു. 1-ാം തീയതി രാവിലെ ഞങ്ങൾ ഹാർബറിലെത്തുകയാണ്. ഹാർബറിലെത്തുമ്പോൾ മന്ത്രി CP ജോണാണ് അവിടെ എത്തുന്നത്. ആ സമയം വരെ ഈ മറൈൻ ആംബുലൻസ് യാത്ര പുറപ്പെട്ടിട്ടില്ല അന്വേഷിക്കാനായിട്ട്. ഞങ്ങളത് ആവശ്യപ്പെടുന്നു. മന്ത്രി മത്സ്യത്തൊഴിലാളികളോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അതിനുശേഷമാണ് ആംബുലൻസ് തന്നെ ഇന്ധനം നിറയ്ക്കുന്ന ഒരു അവസ്ഥ. ഇവിടെ മന്ത്രി തന്നെ അന്ന് ഉറപ്പ് നൽകുന്നു, ഹെലികോപ്റ്റർ അടക്കമുള്ളവ ഇറക്കി പരിശോധിക്കും. പക്ഷേ വകുപ്പ് മന്ത്രി അപ്പോഴും ഈ സ്ഥലങ്ങളിലൊന്നും തന്നെ ഒരു ഏകോപിപ്പിക്കുന്നതിൽ പോലും തിരുവനന്തപുരത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതെ, അത് തീർച്ചയായും അത് എല്ലാവർക്കും അറിയാവുന്ന, ഇതിപ്പം ഇത്രയും ദിവസത്തെ ചർച്ചകൾക്കൊടുവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വകുപ്പ് മന്ത്രിക്ക് വകുപ്പിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ പറ്റിയോ വലിയ നോളജ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ അദ്ദേഹത്തെ പറയുന്നത്, ഇന്ന് 3 മണിക്കൂർ ഏരിയൽ സെർച്ച് നടത്തുമെന്നാണ് അദ്ദേഹം പത്രമാധ്യമങ്ങളിലൂടെ ഞാൻ അറിഞ്ഞത്. ഞാൻ പത്രം വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി, 3 മണിക്കൂറാണെന്ന്. പക്ഷെ ഒറിജിനലായിട്ടും അത് നടന്നത് 2 മണിക്കൂറാണ്. ഞങ്ങൾക്ക് AD തന്ന റിപ്പോർട്ട് അനുസരിച്ച് 2 മണിക്കൂറും BD തന്ന റിപ്പോർട്ട് അനുസരിച്ച് 2.5 മണിക്കൂറും എയർക്രാഫ്റ്റുകൾ നടന്നു. പക്ഷെ എയർക്രാഫ്റ്റുകളുടെ ടൈം ലൈൻ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ 2.5 മണിക്കൂർ നടന്നിട്ടുണ്ട്. പുലർച്ചെ 6 മണി മുതൽ തന്നെ തെരച്ചിൽ ആരംഭിച്ചോ? ഇല്ല, അവരുടെ ടൈമാണ്. വെതർ കണ്ടീഷൻ, ഇറ്റ് ഈസ് ടു റിസ്കി എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഫാക്ടേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ സെർച്ച് ചെയ്യുന്നത്. ഇപ്പോ ഈ നേവിയുടെ സെർച്ച് നടക്കുന്നുണ്ടല്ലോ. നേവിയുടെ ഒരു വെസൽ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എയർക്രാഫ്റ്റ് ഒരു 127 അങ്ങനെ എന്തോ ഇന്നും പോയിട്ടുണ്ട്. അപ്ഡേറ്റുകളെല്ലാം ഉണ്ട്. പക്ഷേ അത് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, കൃത്യമായ ലൊക്കേഷനിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഈ പരാതി ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് പോലും. ജിജി, 1-ാം തീയതി പുലർച്ചെ മുതൽ തന്നെ മന്ത്രി CP ജോണിന്റെ മുന്നിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ 1 പേര് പറയുന്നു, കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നു, തങ്ങളിൽ 2 പേരെങ്കിലും ഈ പോകുന്ന ബോട്ടിൽ തിരച്ചിലിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തണം. പക്ഷെ ആ ആവശ്യം ആ ഘട്ടത്തിൽ പോലും അംഗീകരിച്ചിട്ടില്ല. അതെ, അത് അംഗീകരിച്ചിട്ടില്ല. അതാണ് ഞങ്ങൾ ഇന്നലെ വന്ന ഫോറസ്റ്റ് മിനിസ്റ്ററിനോട് പറഞ്ഞത്. അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി, ഇനി മുതലുള്ള റെസ്ക്യൂ ഓപ്പറേഷനിൽ അപ്പം 2017 ഓഖിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തി. അപ്പം അടുത്ത് ഇനി നിങ്ങൾക്ക് വരുന്ന ഇപ്പൊ സംഭവിച്ച കാര്യത്തിലായിരുന്നാലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താനായിട്ടുള്ള ഗൈഡ് ലൈൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പം ഇനി മുതലുള്ള ഓപ്പറേഷൻസിലെങ്കിലും മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തണം. പിന്നെ വേറൊരു പ്രതികരണം ഉണ്ടായത്, കടലിൽ ഞങ്ങൾ കരക്കാർ കടലിലോട്ട് വന്നാൽ ഉള്ള അവസ്ഥ അറിയാമല്ലോ എന്ന് പലരും പറയുന്നത് കേട്ടു. പക്ഷെ ഞാൻ പറയുന്നത്, കരക്കാർ കടലിൽ വന്ന് തന്നെ കടലിന്റെ മക്കളിനോട് വോട്ട് ചോദിച്ചത്. ആ വോട്ട് നിങ്ങൾക്ക് അപ്പൊ വേണം. ഇതൊരു വോട്ട് ബാങ്ക് മാത്രമാണോ? അവർക്ക് തിരിച്ചു ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? കടലിലുള്ളവരും മക്കളാണ്, അവരും മനുഷ്യരാണ്. അപ്പം നിങ്ങളടുത്ത് അവർ അഗ്രസീവായിട്ട് പെരുമാറുന്നത് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ, കൃത്യമായ സമയത്ത് വേണ്ടത്ര ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ അഗ്രസീവായിട്ട് പെരുമാറുമോ? ഉറപ്പായിട്ടും അവർ അഗ്രസീവായിട്ട് പെരുമാറും. അതിനുവേണ്ടിയിട്ടാണ് നിങ്ങൾ അവിടെ എത്തിയിരിക്കുന്നത്. 31-ാം തീയതി നടക്കുന്ന അപകടത്തിന് 8ഉം 9ഉം തീയതിയിലല്ല, 8 ദിവസം 9 ദിവസം കഴിഞ്ഞിട്ടല്ല നിങ്ങൾ അവരോട് അവരെങ്ങനെയുണ്ട്, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ സംവിധാനങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ പറയൂ, നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾ പറയുന്ന ലൊക്കേഷൻ ഞങ്ങൾ സെർച്ച് ചെയ്യാമെന്ന് പറയുന്നത്. ഇത് ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ നന്നായിട്ട് അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ പതറിപ്പോവില്ല. അവരോട് നിങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ ഏതൊക്കെ ലൊക്കേഷനിൽ നിങ്ങൾ പറയും, നിങ്ങൾ പറയുന്ന ലൊക്കേഷനിൽ ഞങ്ങൾ സെർച്ച് ചെയ്യാമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും പൊരുളുണ്ടോ? ജിജി, അത് ഈ ചോദ്യം ചോദിക്കുന്നത് 8 ദിവസം പിന്നിട്ടിട്ടാണ് എവിടെ തെരച്ചിൽ നടത്തണമെന്നുള്ളത്.
8 ദിവസം പിന്നിട്ടിട്ടാണ് ഇത്. ഞങ്ങൾ പെർമിഷൻ ചോദിച്ച് കളക്ടറേറ്റിൽ പോയപ്പോഴത്തേക്കും അവരും പറഞ്ഞത് നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ പറയൂ, ഞങ്ങൾ ചെയ്യാം. വലിയ പ്രതിഷേധം നടക്കുന്നു. നീണ്ടകര, മുതലപ്പൊഴി അടക്കം ജിജി ജോൺ വളരെ വ്യക്തമായ നിലപാടുകൾ പങ്കുവെക്കുന്നുണ്ട്. ഈ പ്രതിഷേധങ്ങൾ നടന്നതിന് ശേഷം ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്ത് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു നടപടിയുണ്ട്. കഴിഞ്ഞ 11 വർഷക്കാലം, അതായത് 2015 തൊട്ട് 2026 വരെയുള്ള നാളിതുവരെയുള്ള ഈ കടലിൽ പോയി മത്സ്യബന്ധനത്തിന് പോയി കാണാതായ മത്സ്യത്തൊഴിലാളികളുണ്ട്, മരണപ്പെട്ടവരുടെ കണക്കുകൾ ഫിഷറീസ് വകുപ്പ് പുറത്തുവിടുന്നു. ഈ പുറത്തുവിടുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ജിജിക്ക് തോന്നുന്നുണ്ടോ? അതായത് 169 മത്സ്യത്തൊഴിലാളികളെ ഇനിയും 160 മത്സ്യത്തൊഴിലാളികളെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട്, ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ന്യായീകരിക്കാനല്ലേ ഫിഷറീസ് വകുപ്പ് ഈ കണക്കുകൾ പുറത്തുവിട്ട് ശ്രമിക്കുന്നത്? അത് തീർച്ചയായും അവരുടെ ഇന്നഫിഷ്യൻസിയെ കവർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആയിട്ടേ ഞാൻ ഇതിനെ കരുതുന്നുള്ളൂ. കാരണം അവർക്ക് അവരുടെ സിസ്റ്റം അവർ തന്നെ പറയുന്നു, അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, എല്ലാത്തിനും അവരുടെ കയ്യിൽ ഫണ്ടില്ല എന്നൊക്കെ. അപ്പം ഈ ഫണ്ടും ലിമിറ്റേഷൻസും ഉള്ളവര് ഇത് വച്ചിട്ടല്ല നിങ്ങൾ ഒരു റെസ്ക്യൂ പ്രവർത്തനം ചെയ്യേണ്ടത്. ഒരു റെസ്ക്യൂ പ്രവർത്തനം, ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടന്നാൽ എന്ത് വില കൊടുത്തും അയാളെ രക്ഷിക്കാൻ തയ്യാറായ കേരളത്തിൽ നമ്മൾ ജീവിച്ച് പല എക്സാമ്പിൾസ് കണ്ടിട്ടുള്ളവരാണ്. അത് കടലിൽ വരുമ്പോൾ, കടലിന്റെ മക്കളിനോട് വരുമ്പോഴത്തേക്കും അതിനൊരു വേറിട്ട മനോഭാവമാണ് പലരും ഈ പവറിലിരിക്കുന്നവരൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കടമുണ്ട്. അതിനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തായാലും ഇപ്പൊ പുറത്തുവിട്ട റിപ്പോർട്ടുകളെല്ലാം ഇതിനെ കവർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം മാത്രമാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് അടിയന്തര സമയത്ത് ഇടപെട്ടിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു. നിലവിൽ നടക്കുന്ന തെരച്ചിൽ അതിൽ സംതൃപ്തിയാണോ കുടുംബം അടക്കം? നിലവിൽ നടത്തുന്ന തിരച്ചിലിന്റെ കാര്യമാണ് ഞങ്ങളിപ്പോ പറഞ്ഞത്. ഓൾറെഡി ഞങ്ങൾക്ക് അപ്ഡേറ്റുകൾ തരാമെന്ന് കളക്ടർ നമുക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ പ്രകാരം ഞങ്ങൾക്ക് അപ്ഡേറ്റുകൾ കിട്ടുന്നുണ്ട്. എഡിയും ഡിഡിയും ഞങ്ങൾക്ക് അപ്ഡേറ്റുകൾ തരുന്നുണ്ട്. പക്ഷേ ആ അപ്ഡേറ്റുകളിൽ വൈരുദ്ധ്യങ്ങൾ കാണുന്നുണ്ട്. ഫിഷറീസ് വകുപ്പ് മന്ത്രി 3 മണിക്കൂർ ഏരിയൽ സർവേലൻസ് നടക്കുമെന്ന് പറയുന്നു. 2.5 മണിക്കൂറേ എയർക്രാഫ്റ്റ് ഇതിനോട്ട് പറന്നിട്ടുള്ളൂ എന്ന് എഡി പറയുന്നു. 2 മണിക്കൂറാണ് ഡിഡിയുടെ റെക്കോർഡ്. ഡിഡിയുടെയും എഡിയുടെയും റെക്കോർഡുകൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അവർ തന്ന അപ്ഡേറ്റുകൾ തമ്മിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. ഇതിനെയാണ് ഞങ്ങൾ തുടക്കം മുതലേ ചോദ്യം ചെയ്തത്. നിങ്ങൾ കോസ്റ്റ് ഗാർഡ്, നിങ്ങൾ ഹെൽപ്പിനായിട്ട് നിങ്ങൾ പോകുന്നു. ഓക്കെ, കോസ്റ്റ് ഗാർഡ് നിങ്ങൾ കോസ്റ്റ് ഗാർഡ് അല്ലല്ലോ, ഈ ഫിഷറീസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കോസ്റ്റ് ഗാർഡ് കുറെ എഫിഷ്യന്റ് ആണ്. അവര് നമ്മളില്ലാന്ന് പറയുന്നില്ല, പക്ഷെ അവരെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നോന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എനിക്കില്ല. കാരണം ഈ സംവിധാനങ്ങളിൽ നിന്നുകൊണ്ടാണ് അവരും പ്രവർത്തിക്കുന്നത്. അപ്പം ഇപ്പൊ ഫിഷറീസിന്റെ കാര്യമായിരുന്നാലും അവരുടെ കയ്യിലുള്ള മറൈൻ ആംബുലൻസിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്ര 1.5 കോടി രൂപയോളം നിങ്ങൾ എഴുതിയെടുക്കുന്നത്, ബഡ്ജറ്റിൽ എഴുതിയെടുക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? അതിന്റെ സിസ്റ്റം ഇല്ല, അതിന്റെ ഒരു അപ്ഗ്രേഡേഷൻ ഇല്ല, അതിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം വളരെ അണ്ടർ റേറ്റഡ് ആണ്. അതൊന്നും ഡെവലപ്പ് പോലും ചെയ്തിട്ടില്ല. അതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ പ്രദേശവാസികളോട് ചോദിച്ചാൽ, മറൈൻ ആംബുലൻസിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ വിഴിഞ്ഞത്ത് പോയി ആ പ്രദേശവാസികളോട് ചോദിച്ചാൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞുതരും ഇതിനെക്കാളും ക്ലിയർ. നമ്മൾ ജൂൺ മാസം റിപ്പോർട്ട് ചെയ്തതാണ് ഈ മറൈൻ ആംബുലൻസിന്റെ ഒരു അവസ്ഥ. അതായത് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയാൽ, അപകടത്തിൽപ്പെട്ടാൽ എവിടെയാണ് അപകടത്തിൽപ്പെട്ടതെന്ന് കൃത്യമായി അറിയാനുള്ള സാറ്റലൈറ്റ് സംവിധാനങ്ങളോ GPS ഒന്നും തന്നെ ഇല്ല. കാരണം അതെല്ലാം തകരാറിലായിട്ട് 6 മാസത്തിലേറെയായി. ഇത് കൃത്യമായി ജൂൺ മാസത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും സർക്കാരിന്റെ ഭാഗത്ത് മേൽ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ തെളിവാണല്ലോ ഇന്ന് സർക്കാരിന്റെ ഏറ്റവും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വാക്ക് തന്നിട്ടും 8 ദിവസം കഴിഞ്ഞിട്ടും 3 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്തുമാത്രം എഫിഷ്യന്റ് ആണെന്നുള്ളത്. അപ്പം ആ എഫിഷ്യൻസി ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞങ്ങളെ മാർജിനലൈസ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്ത് ഞങ്ങളെ പ്രോബ്ലമാറ്റിക് ആക്കുന്നതിന് പകരം നിങ്ങൾ ചിന്തിക്കുക, ഈ കുട്ടികൾ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞു തരുന്നത്. സോ അതിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഇനി അടുത്ത അപകടം വരാതിരിക്കാൻ എന്തൊക്കെ മെഷർമെന്റ് എടുക്കാം, അത് ചിന്തിക്കാത്ത കുറെ വിവരദോഷികളുള്ള നാട്ടിലാണ് നമ്മളെന്ന് ആലോചിക്കുമ്പോഴുള്ള വിഷമം അത് കുറച്ച് കൂടുതലാണ്. വളരെ വ്യക്തമാണ്. എന്തായാലും വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നവരോട് തിരിച്ച് ചോദ്യം ചോദിക്കാതെ കൃത്യമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് ജോണിന്റെ മകൾ ജിജി ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.